ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കാനഡ മല്ലു വ്ളോഗ്സ്. കുറച്ച് സൗണ്ടും ഡിസ്റ്റർബൻസും ഒക്കെ ഉണ്ടാവും. ഞാൻ പുറത്താണ് നിൽക്കുന്നത്. ഇതിലെ വണ്ടി പോകുന്നതുകൊണ്ട് കുറച്ച് സൗണ്ട് ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. ഞങ്ങൾ നയാഗ്രയ്ക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പം ഞാനും ചേട്ടായി ഞങ്ങളെ ഒരു 2-3 ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ അവിടെ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ രാവിലെ ഞങ്ങൾ അതിനുള്ള പോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി. നമ്മൾ ലോ ബഡ്ജറ്റ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ പരമാവധി ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഉള്ളത്. നമുക്ക് അകത്തേക്ക് പോവാം. ചേട്ടാ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഷെഫ് അഖിൽ PR എന്താണ് ഉണ്ടാക്കുന്നത്? എന്ത് റോളാണ്? ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളൊരു 9 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവരെയും ഒക്കെ പിക്ക് ചെയ്ത് ഒരു 10 മണിയോടെ ഞങ്ങൾ സ്കാർബ്രോയിൽ നിന്ന് പുറപ്പെട്ടു. ഏകദേശം ഉച്ചയ്ക്കൊരു 1 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ നയാഗ്രയിൽ എത്തിയത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും നല്ല തിരക്കുണ്ടായിരുന്നു. വീക്കെൻഡ് ആണല്ലോ തിരക്ക് എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ മൺഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിന് ഓപ്പോസിറ്റായിരുന്നു കാര്യങ്ങൾ. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ നയാഗ്ര ഫോൾസിന് അടുത്ത് തന്നെയുള്ള ഒരു പാർക്കിംഗ് സ്പോട്ടിലാണ് പാർക്ക് ചെയ്തത്. ഏതാണ്ട് $35 ഫോൾസിന് അടുത്തുള്ള പാർക്കിംഗ് സ്പോട്ടിലൊക്കെ റേറ്റ് വരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് പോയ ലഞ്ചൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നയാഗ്ര ഫോൾസ് കാണാൻ വേണ്ടി ഇറങ്ങിയത്. പാർക്കിംഗ് സ്പോട്ടിന് അടുത്ത് തന്നെ ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫ്രഷ് ആവാനും വാഷ്റൂംസും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്തുള്ള വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫുൾ എനർജിയോടെ ഞങ്ങൾ ഫോൾസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നടന്നു വരുമ്പോഴാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടത്. താഴേക്ക് വളരുന്നൊരു മരം. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അപ്പം ഞങ്ങൾ അതിനകത്ത് കയറി അതൊക്കെ ഒന്ന് കണ്ടു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് കേട്ട് മനസ്സിൽ പതിഞ്ഞൊരു പേരാണ് നയാഗ്ര ഫോൾസ്. കാണാൻ പോകണമെന്നോ അങ്ങനെ കാണാനൊരു ഭാഗ്യം കിട്ടുമെന്നോ ഒന്നും മനസ്സിൽ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാനഡയിലെത്തിയപ്പോൾ മുതൽ ഒന്ന് പോയി കാണണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 5-6 മാസമായി പ്ലാൻ ചെയ്യുന്നു. ഒടുവിൽ സാഹചര്യമൊക്കെ അനുകൂലമായിട്ട് വന്നപ്പോൾ അങ്ങനെ അത് സാധിച്ചു. ഇതാ ഈ കൺമുമ്പിൽ കാണുന്നതാണ് നയാഗ്ര ഫോൾസ്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഏതൊരു മലയാളിയും പോലെ എൻ്റെ മനസ്സിലും ആദ്യം വരുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം തന്നെയാണ്. മൊത്തത്തിൽ ഞങ്ങൾ പോയ ദിവസത്തെ ക്ലൈമറ്റും ഞങ്ങൾക്ക് അത്യാവശ്യം അനുകൂലമായതായിരുന്നു. വലിയ ചൂടുമില്ല, എന്നാൽ നല്ല തണുപ്പുമില്ല. ഈ പുക പോലെ ഉയർന്നു പൊങ്ങി കാണുന്നത് വെള്ളം തന്നെയാണ്. വെള്ളം നല്ല ഫോഴ്സിൽ താഴേക്ക് പതിക്കുമ്പോൾ അതിൽ നിന്ന് തെറിച്ചു പോകുന്ന വെള്ളത്തുള്ളികളാണ് ഈ കാണുന്നത്. ആദ്യം ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഇതെന്താ മഞ്ഞാണോ എന്ന്. സൈഡിലൂടെ നടക്കുമ്പോൾ ചെറിയ ചാറ്റൽ മഴ പോലെ നമുക്കും അത് അനുഭവപ്പെടും. വാട്ടർഫാൾസ് തൊട്ടടുത്ത് കാണാൻ വേണ്ടി ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്താൽ ഇങ്ങനെ ബോട്ടിൽ പോയിട്ട് വാട്ടർഫോൾസിൻ്റെ അടിയിൽ നിന്നിട്ട് തന്നെ നല്ല വൃത്തിയായി കാണാം. 1905 പണി കഴിപ്പിച്ച നയാഗ്രയിലെ പഴയ പവർ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. 1999 വരെ ഇത് പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിനുശേഷം നിർമ്മിച്ച പുതിയ പവർ സ്റ്റേഷൻ കുറച്ച് അപ്പുറത്തായിട്ടുണ്ട്. നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത് കാനഡയുടെയും US-ൻ്റെയും ബോർഡർ കൂടെയാണ്. റെഡ് കളർ കാനഡയുടെയും ബ്ലൂ കളർ US-ൻ്റെയുമാണ്. അവിടെ അടുത്തായിട്ട് തന്നെ ഒരു മാള് പോലെയുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ അതിനകത്ത് കയറി ഒന്ന് കറങ്ങി. അവിടെ നമുക്ക്
പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ചെയ്യാൻ പറ്റിയ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഞങ്ങൾ വാക്ക് ബിഹൈൻഡ് ദി വാൾസ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു. ഏകദേശം $25 ഒരാൾക്ക് ആവുന്നത്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഏകദേശം 1.5 മണിക്കൂറോളം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അതിന് വേണ്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ മോളിലൊക്കെ എന്തൊക്കെയാണ് വിൽക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി നടന്നു. ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ അത്യാവശ്യം എല്ലാത്തിനും നല്ല കത്തി റേറ്റാണ്. ഞങ്ങളുടെ നോട്ടമൊക്കെ കണ്ടാൽ ഇപ്പം വാങ്ങിക്കൊണ്ട് പോകുന്നു തോന്നും. പക്ഷെ ഒരു സാധനവും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും അല്ല താനും. വെറുതെ സമയം കളയേണ്ടേ എന്നോർത്ത് അവിടെയൊക്കെ കയറി ഇറങ്ങി കുറേ നേരം നടന്നു. ഞങ്ങളവിടെ നിന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് തുടങ്ങിയിരുന്നു. പെട്ടെന്ന് തന്നെ അത് നിന്നു. അതിനുശേഷം കണ്ട മനോഹരമായ കാഴ്ചയാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയിൽ മഴവില്ല് കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഞങ്ങൾക്ക് ആ ആക്ടിവിറ്റിക്ക് കയറാനുള്ള സമയമായിരുന്നു. പക്ഷെ കയറി നിന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെയും വമ്പൻ ക്യൂ. ഏതാണ്ട് 1/2 മണിക്കൂറോളം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ നമ്മുടെ ഫോട്ടോ എടുത്തു തരും. വെറുതെ അല്ലേന്നോർത്ത് ഞങ്ങളും നിന്നു. വലിയ രസമൊന്നും ഉണ്ടാവില്ലെന്നാണ് കരുതിയത്. പക്ഷേ അവസാനം അവർ കാണിച്ചപ്പോഴാണ് നല്ല അടിപൊളി ഫോട്ടോ ആയിരുന്നു. പക്ഷേ ഫോട്ടോയ്ക്ക് അവർ വാങ്ങിക്കുന്നത് $44. അത് കുറച്ച് കത്തി റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് റെയിൻ കോട്ടൊക്കെ കിട്ടി കേട്ടോ. അത് കഴിഞ്ഞു വീണ്ടും ഉണ്ട് വെയിറ്റിംഗ് ടൈം. സത്യം പറഞ്ഞാൽ അത് ഞങ്ങളെ കുറച്ച് നേരം മടുപ്പിച്ചു. ആദ്യം വന്നപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് ഫോൾസ് കാണാൻ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നറിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുറേ നേരം പുറത്തൊക്കെ കറങ്ങി നടന്നതിന് ശേഷമാണ് ടിക്കറ്റ് എടുത്തത്. അങ്ങനെ ഞങ്ങളുടെ സമയമായി. ലിഫ്റ്റിലാണ് അവർ നമ്മളെ താഴേക്ക് കൊണ്ടുപോകുന്നത്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടത് നയാഗ്ര ഫാൾസിൻ്റെ ടോപ്പിൽ നിന്നിട്ടുള്ള വ്യൂ ആയിരുന്നു. ഇപ്പോൾ ലിഫ്റ്റിൽ താഴെ ചെന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നയാഗ്ര ഫാൾസിൻ്റെ താഴെ നിന്നിട്ടുള്ള വ്യൂ ആണ്. അതേതാണ്ട് ഒരു സൈഡിലായിട്ടാണ് നമ്മൾ എത്തുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല വൃത്തിയായി നയാഗ്ര ഫോൾസ് കാണാൻ പറ്റും. ഈ കാണുന്നത് പോലെ. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും അത് വെറുതെ ആയില്ല എന്ന് തോന്നി. കാരണം അത്ര അടിപൊളിയായിരുന്നു അവിടുത്തെ വ്യൂ. ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും അത് എത്രമാത്രം മനസ്സിലാവും എന്നെനിക്കറിയില്ല. പക്ഷെ എന്നാലും ഈ ഫോൾസിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ നിന്നിട്ട് ആ വെള്ളം ഒഴുകുന്ന ശബ്ദവും അതിൻ്റെ കളറും ഒക്കെ കൂടെ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇതുപോലൊരു തുരങ്കത്തിൽ കൂടെയാണ് കേട്ടോ ഞങ്ങളിത് കാണാൻ പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ച് മുകളിൽ വന്ന് കുറച്ച് നേരം കൂടി നയാഗ്ര ഫോൾസിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിന്നു. എത്ര കണ്ടാലും മതി വരാത്ത രീതിയിലാണ് അതിൻ്റെ മനോഹാരിത. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഈ കാണുന്ന ബോട്ടിൽ കയറുകയാണ്. അതിന് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകണം. അതിന് വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് നമ്മൾ എടുക്കണം. അതിനുശേഷം ബോട്ടിൽ കയറിയാൽ ഇങ്ങനെ നമ്മളെ നയാഗ്ര ഫാൾസിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവന്ന് കാണിക്കും. ഇതൊന്നും കൂടാതെ ഇവിടെ വേറെ പല ആക്ടിവിറ്റീസും ഉണ്ട്. സിപ്പ് ലൈൻ അതിൽ വേറൊരു ആക്ടിവിറ്റിയാണ്. സൂക്ഷിച്ച് നോക്കിയാൽ നീല റെയിൻകോട്ട് ഇട്ട് ആൾക്കാർ USA ബോട്ടിൽ കയറുന്നത് കാണാം. ഇപ്പുറത്ത് റെഡ് റെയിൻകോട്ട് ഇട്ട് കാനഡയിൽ നിന്നും ആൾക്കാർ ബോട്ടിൽ കയറുന്നുണ്ട്. ഒന്നിലേറെ ബോട്ടുകളാണ് ഒരേ സമയം സർവീസ് നടത്തുന്നത്. ഏകദേശം $35 പ്ലസ് ടാക്സ് ആണ് ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റിൻ്റെ നിരക്ക്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഒരുപാട് വെയിറ്റിംഗ് ടൈം അവിടെയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ ഏതായാലും ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒക്കെ വേഗം വേഗം നടന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ റെഡ് കളർ റെയിൻകോട്ടൊക്കെ കിട്ടി. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ജേണി ബിഹൈൻഡ് ദി ഫോൾസ് ഒക്കെ കണ്ടതിന് ശേഷം ഏകദേശം ഞങ്ങൾക്ക് ഊഹിക്കാമായിരുന്നു ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്താകുമെന്ന്. അതുകൊണ്ട് ആദ്യം തന്നെ ഓടിപ്പോയി എവിടെ നിന്നാണ് ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നതെന്ന് നോക്കി ആ സ്ഥലം തന്നെ ബോട്ടിൽ കരസ്ഥമാക്കി. ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ അടുത്ത് കാണുന്നത് USA വാട്ടർഫോൾസ് ആണ്. തൊട്ടപ്പുറത്താണ് നയാഗ്രയുടെ വാട്ടർഫോൾസ്. അപ്പോൾ ബോട്ട് പോകുന്നത് ആദ്യം USA വാട്ടർഫോൾസിനടുത്തുകൂടെയും പിന്നെ നയാഗ്രയുടെ ഫോൾസിനടുത്ത് ചെന്ന് അവിടെ കുറച്ച് നേരം നിർത്തിയിടും. അതിനുശേഷം തിരിച്ചു പോരും. അങ്ങനെയാണ്. കുറച്ച് നേരം ബോട്ട് അവിടെ നിർത്തിയിട്ടതിന് ശേഷം തിരിച്ചു പോന്നു. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും വലിയ വെള്ളച്ചാട്ടത്തിനടിയിൽ നിൽക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ ആ കാറ്റും തണുപ്പും ഒക്കെ നമ്മളിലേക്ക് അടിക്കുമ്പോൾ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ബോട്ടിൽ പോരുകയാണ്. ഈ കാണുന്നതാണ് റെയിൻബോ ഇൻ്റർനാഷണൽ ബ്രിഡ്ജ്. US-ൻ്റെയും കാനഡയുടെയും ബോർഡറാണിത്. അവിടെ കാണാം ഒരു സൈഡിൽ കാനഡയുടെ കൊടിയും മറ്റേ സൈഡിൽ US-ൻ്റെ കൊടിയും. അവിടെ കൊണ്ടാണ് സെപ്പറേറ്റഡ് ആവുന്നത്. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു. ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എക്സ്പീരിയൻസ് പറ, എങ്ങനെയുണ്ടായിരുന്നു നയാഗ്ര ഫാൾസ്? ഞങ്ങളുടെ മുഖത്തുനിന്ന് തന്നെ വ്യക്തമാണല്ലോ അത് എത്രത്തോളം അടിപൊളിയായിരുന്നു എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി വന്നപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം 7 മണിയായി. 7 മണിയായെങ്കിലും ഇവിടെ ഇരുട്ടാവാൻ നല്ല വൈകും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പാർക്കിംഗ് സ്പോട്ടിലെത്തി. ഞങ്ങളുടെ അടുത്ത പരിപാടി തുടങ്ങുകയായി. ബാർബിക്യൂ ചിക്കനാണ് ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ്. ബാർബിക്യൂ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവിടെ വിശപ്പ് തുടങ്ങി. താൽക്കാലിക ആശ്വാസത്തിന് ലേസ് ഉണ്ടായിരുന്നു. അങ്ങനെ പതിയെ ഇരുട്ടായപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നയാഗ്രയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വണ്ടി വീണ്ടും പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഈ കളർ ചേഞ്ചിങ് ഒന്നും അടുത്ത് പോയി കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അങ്ങനെ തിരിച്ചു പോകാം എന്നുള്ള പ്ലാനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നയാഗ്ര ഡൗൺ ടൗൺ കംപ്ലീറ്റ്ലി ആ സമയത്തും ആക്റ്റീവാണെന്ന് ഞങ്ങൾ അറിയുന്നത്. ഏതാണ്ട് ഉത്സവത്തിന് പോയൊരു ഫീല് തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല. $15 പാർക്കിംഗ് ചാർജ് ആയെങ്കിലും വണ്ടി സൈഡിലൊരിടത്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി അങ്ങ് നടന്നു. ചെറിയ തണുപ്പുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ആളും ആരവവും ഒക്കെയായി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
നാട്ടിലെ ഉത്സവവും പള്ളിപ്പെരുന്നാളും ഒക്കെ മിസ് ചെയ്തിരിക്കുന്ന നമുക്ക് അവിടെ ചെന്നപ്പോൾ എല്ലാം ഒരുമിച്ച് കിട്ടിയൊരു ഫീല് തന്നെ. കുറേ നേരം അതിലെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. കൂടുതലും ഗെയിം സോൺസ് ആണ് അവിടെയുള്ളത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാ? ടൗണിലാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ കറക്കുന്ന ഭൂതം, തീ വരുന്ന ഭൂതം, പിന്നെ കുറെ അറിയാൻ പാടില്ല. പകല് മുഴുവൻ ഒരുപാട് നടന്ന് ക്ഷീണിച്ചെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ വീണ്ടും ഞങ്ങൾ ആക്റ്റീവായി. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം കണ്ടത്. കാണാൻ ഒരുപാട് കാഴ്ചകൾ ഇനിയും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി 11 മണി ആയതുകൊണ്ടും ഏകദേശം സ്കാബ്രോയിൽ തിരിച്ചെത്താൻ 2 മണിക്കൂറത്തെ ഡ്രൈവിംഗ് വേണ്ടതുകൊണ്ടും ഞങ്ങൾ തിരിച്ചു പോരാമെന്ന് തന്നെ വിചാരിച്ചു. അതിനു മുന്നേ ഒരു ഐസ്ക്രീം കൂടെ കഴിക്കാൻ മറന്നില്ല കേട്ടോ. അപ്പോൾ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ അതോടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.